വിശേഷിച്ചിട്ട് ഡാർക്ക് ഇരുട്ടിന്റെ കാലമെന്നാണ്. എന്താണ് വെളിച്ചമുണ്ടായിരുന്നില്ലേ? എന്തേ കാലഘട്ടത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ലേ? സൂര്യന്റെ വെളിച്ചം ഇതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു, ചന്ദ്രന്റെ വെളിച്ചം ഇതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് ചരിത്രകാരന്മാർ പറയാൻ കാരണം. റോഡിന്റെ നടപ്പാതയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ മടിശീലയുടെ വലിപ്പം കാണുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് കഴുത്തറുത്തിട്ട് അവന്റെ മടിശീലയിലെ പണം പൊട്ടിച്ചു പോയ കാട്ടാളന്മാർ, ആ കാട്ടാളന്മാർ വിശുദ്ധമായ ഖുർആന്റെ ഇഖ്റ എന്ന ആയത്ത് ഓതിയപ്പോൾ, ആയത്തവരുടെ ഹൃദയത്തിൽ ഇറങ്ങിയപ്പോൾ, പാതിരാ സമയത്ത് സക്കാത്തിന്റെയും സദക്കയുടെയും പൈസ കൈപിടിച്ചിട്ട് പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്തവരുടെ വീടിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ആളുകളായി മാറി. അങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായി. ആ ധാർമ്മികതയിൽ അവർക്ക് തളർന്നുപോയ ധാർമ്മികതയിൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അള്ളാഹുവിന്റെ റസൂൽ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കരം കണ്ടാൽ അവനെ പിടിച്ചെടുത്ത് കഴുത്തറുത്തിയിട്ട് അവന്റെ മടിശീലയിൽ പണം പൊട്ടിച്ചു കൊണ്ടുപോയിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മക്കയിൽ നിന്ന് ശാമിലോട്ട് കച്ചവടക്കാര് പോകുന്ന ഇടയിൽ പർവ്വതത്തിന്റെ പുറകിൽ കുത്തിയിരുന്നിട്ട് പോകുന്നവനെ പിടിച്ച് മടിശീലയിലെ പണം പൊട്ടിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അബൂദർ. ഗിഫാർ ഗോത്രത്തിന്റെ തലവൻ ആ അബൂദറാണ്. പിന്നീട് അബൂദർ ഈ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കൈകൊട്ടി പറഞ്ഞ സയ്യിദുനാ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ ചെറുപ്പക്കാരന്റെ പഴയകാല ജീവിതം നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ, ആ നാട്ടിലെ കഴുത്തറത്ത നൊട്ടോറിയസ് ക്രിമിനൽ. അവരാരായി മാറിയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അവരുടെ മനസ്സിൽ ഇറങ്ങി. ആഖിറം പഠിച്ചു, സ്വർഗം പഠിച്ചു, അല്ലാഹുവിനെ അറിഞ്ഞു, ഖുർആൻ പഠിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ തകരുന്ന ധാർമ്മികത നന്നാവണമെങ്കിൽ ഖുർആൻ പറയുന്നിടത്തേക്ക് എത്തണം. രണ്ടേ രണ്ടായത്ത് അത് മാത്രം നമുക്ക് ചർച്ച ചെയ്താൽ മതി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബഹുമാനായ അവരാരായി മാറിയെന്നറിയോ? അവസാന സക്കാത്തിന്റെ പൈസയുമായി പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്ത് വീടിന്റെ മുമ്പിൽ കാത്തു നിൽക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മളൊരു 100 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ 110 പേരത്. നമ്മളൊരു 100 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ 110 പേരത്. അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾ വാങ്ങുന്ന ആളെങ്കിലും പറയും. ആരും അറിയാതെ കൊടുത്തു, ആരും അറിയാതെ കൊടുത്തു. കൊടുത്ത ആൾ പറയും, വാങ്ങുന്ന ആൾ മിനിമം 2 പേരെങ്കിലും അറിയണം. പക്ഷെ ഇവരാരായി മാറിയെന്നറിയോ? വാങ്ങുന്ന ആൾക്കറിയില്ല ഇതാരാ തന്നതെന്ന്. ബഹുമാനപ്പെട്ട കഥ സുലൈമാൻ ഉസ്താദ് പറഞ്ഞവരെ കൊടുത്തതാകാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ, പാതിരാ സമയത്ത് വീട്ടിൽ പാവങ്ങൾ കിടന്നുറങ്ങുമ്പോ അവരുടെ ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയുടെ മറുഭാഗത്ത് അവർ കാത്തു നിൽക്കും സ്വർണ്ണത്തിന്റെ കിഴിയുമായി. പാവപ്പെട്ടവൻ ഉറങ്ങിയെന്നറിയുമ്പോ ഈ സ്വർണ്ണ കിഴി കൊണ്ടുപോയവന്റെ കാൽപാദത്തിൽ വെക്കും. എന്നിട്ട് ആരും അറിയാതെ വീട്ടിലോട്ട് തിരിച്ചു പോകും. രാവിലെ ഉറങ്ങിക്കിടക്കുന്ന എഴുന്നേൽക്കുമ്പോ 100 സ്വർണ്ണ നാണയം തന്റെ തലയുടെ ഭാഗത്തിരിക്കും. പള്ളിയിൽ മിസ്ലിമാരെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റാൽ ഉടനെ അവർ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോ സ്വർണ്ണക്കിഴി അവിടെ ഇരിക്കുന്നു. ഉറങ്ങുന്നവനെ അറിയിക്കാതെ, പാറമറിന് ശബ്ദം കേൾക്കാതെ പണക്കിഴി അവിടെ വെച്ച് മുതലാളി കടന്നുപോകും. ആ കാട്ടാളന്മാർ ഈ അവസ്ഥയിലെത്തി. ആ കാട്ടാളന്മാർ ആ കാലഘട്ടത്തിന്റെ നാഗരികതയുടെ അടയാളമായി മാറി. പള്ളിയിൽ കിടന്ന ഒരാൾ എഴുന്നേറ്റാൽ, പള്ളിയിൽ ഒരു മുസാഫിർ കിടന്നിട്ട് എഴുന്നേറ്റാൽ ഉടനെ അയാൾ തലയുടെ താഴെ പൊക്കി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ കിടന്നൊരു പാവപ്പെട്ടവർ ഉറങ്ങിയാൽ അയാൾ മടിശീല തപ്പി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചോന്നറിയാൻ. നമ്മുടെ നാട്ടിലോ നമ്മുടെ പള്ളിയിൽ കിടന്നാൽ എഴുന്നേറ്റാൽ ഉടനെ മടിശീല തപ്പി നോക്കും, വെച്ചവിടെ ഉണ്ടോന്നറിയാൻ. നമ്മൾ വെച്ചിട്ട് കിടന്നവിടെ ഉണ്ടോന്നറിയാൻ. രണ്ട് സെൻട്രൽ മാമസിൽ സഹോദരങ്ങളെ, ഞാൻ ആദ്യമായിട്ട് വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഉസ്താദ് ഒരിക്കലും ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഹൈസ്കൂളിൽ വന്നിട്ട് തോലറിക്കാൻ വേണ്ടി റാഡോടെ വാച്ചടിച്ച് അപ്പുറത്തെ ഹൗസിന്റെ അപ്പുറത്തെ കുട്ടിയിൽ വെച്ചു. കൈ കഴുകിട്ട് ഇതിന് ഇപ്പോൾ അടവാച്ച് ചെയ്തു. റാഡോ വാച്ച് കണ്ടില്ല. കഴിഞ്ഞ റമദാനിൽ ഒരു മനുഷ്യന്റെ വാച്ച് പോയി. ഉസ്താദെ സെക്രട്ടറിയേറ്റ് എംബോറൈസാണ്, അവർ ജുമൈക്ക് ബസ്സൊക്കെ വന്നതാണ്. ഉസ്താദെ ഞങ്ങളുടെ വാച്ച് പോയിട്ട് കിട്ടാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പറയണേ. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും അവർ വന്നു എന്റെ റൂമിൽ. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഈ കാര്യം പറഞ്ഞു. അവസാനം അവരെന്നോട് ഉസ്താദ് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്ത്? ഉസ്താദെ വാച്ച് പോയി. അത് ഉസ്താദിനോട് പറയാൻ വേണ്ടി താഴെ ചെരുപ്പൂരി വെച്ചിട്ട് റൂമിൽ ഒന്ന് തിരിച്ചൊക്കെ ചെരുപ്പും പോയി. നടന്ന സംഭവമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലെ ആളുകൾ അവരാരും അറിയില്ല. ആ കാലഘട്ടത്തിന്റെ നാഗരികതയുടെ അടയാളമായി മാറി. കാരണം പാവപ്പെട്ടവന്റെ വീടിനകത്ത് ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പള്ളിയിൽ കിടക്കുന്നു, ഒരാൾ വീട്ടിൽ വന്ന് കിടക്കുന്നു. ഒരാൾ വന്ന് ഇങ്ങനെ നോക്കി 100 സ്വർണ്ണ നാണയം വെച്ചു, വീട്ടിലേക്ക് തിരിച്ചു പോയി. ഉറങ്ങിക്കിടന്ന ആൾ നോക്കിയപ്പോൾ 100 സ്വർണ്ണ നാണയം. വലിയ ആഗ്രഹത്തോടെ എണ്ണി നോക്കി വീട്ടിൽ പോയപ്പോ വാപ്പ ഇങ്ങനെ കസേരയിൽ ചാരി കിടക്കുകയാണ്. വാപ്പയോട് പറഞ്ഞു, വാപ്പ എനിക്കൊന്നൊരു കോള് കിട്ടി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ 100 സ്വർണ്ണ നാണയം തലയുടെ ഭാഗത്ത്. ആ സമയത്ത് വാപ്പ ചോദിച്ചു, എടാ പകയ അത് നീ ആയിരുന്നു വെച്ചത്? വാപ്പയാണ്. മകനാണെന്ന് പോലും
കാരണം ശബ്ദം കേട്ടാൽ ഉറങ്ങി കിടക്കുന്ന എഴുന്നേക്കും. അവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. നീയാണെന്ന് പറഞ്ഞാൽ ഞാൻ തരുമായിരുന്നില്ല, പൈസ തിരിച്ചതാ. അവസാന തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തി. റസൂലുള്ളാഹി കുഞ്ഞിനിയോട് പറഞ്ഞു, വാപ്പയോട് വലക്കം ആഴ്ത്ത കൊടുത്തതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. മകനോട് പറഞ്ഞു വലക്കം ആസത്ത എടുത്ത പ്രതിഫലം നിനക്ക് വേണ്ടി. രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. ആരായിരുന്നു സഹോദരങ്ങളെ ഇവർ? രക്തക്കൊതിപ്പുണ്ട, രക്തക്കലിപ്പുണ്ട, മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ഏറ്റവും വലിയ അധപതനത്തിന്റെ അധമഭാവതലങ്ങളിലോട്ട് കടന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാത്തറവികളുടെ മനസ്സിന്റെ ഇടയിലേക്ക് ഇഖ്റ എന്ന് പറയുന്ന ഖുർആന്റെ വാക്യങ്ങളിലേപ്പോ നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഈ ഭൗതിക ലോകം കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരല്ല, അള്ളാഹുവിന്റെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുമെന്ന പരലോകത്തിന്റെ സുവിശേഷം അറിയിക്കപ്പെട്ടപ്പോൾ ആ തകരുന്ന ധാർമ്മികതയുടെ നടുവിൽ സാഹിത്യ തമ്പുരാക്കന്മാരുടെ വളരുന്ന ലോകത്തിന്റെ മുമ്പിൽ തകരുന്ന ധാർമ്മികതയുടെ മുമ്പിൽ അവരെത്രത്തോളമായി മാറിയെങ്കിൽ ആ സമൂഹത്തിനോടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഈ ലോകത്തിൽ 2 വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത്. അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ 2 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രഭാഷണത്തിന് 2 ആയത്തുകൾ മാത്രം പറഞ്ഞ് നാം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ധാർമ്മികത തകരാതിരിക്കണോ? ലോകം എത്ര വളർന്നാലും, ലോകം മുഴുവനും കൈക്കുമ്പിളിൽ കിടന്നാലും, കോടികളുടെ കിടക്കപ്പായിൽ അടിയിൽ വന്നെത്തിയാലും, എന്റെ പൊന്നുമോനെ നിനക്ക് ലോകത്ത് നല്ലവനായി ഒരു ധാർമ്മികതയുടെ അടയാളമായിട്ട് ജീവിക്കാൻ കഴിയണോ? രണ്ടാമൊരു വിഭാഗത്തിൽ പേടേണ്ടവരാണ്. അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഭൂമിയുടെ പുറങ്ങിയുടെ മുകളിൽ മുസ്ലിമീങ്ങൾ 2 വിഭാഗം മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു വിഭാഗമില്ല. മുസ്ലിമീങ്ങൾ 2 വിഭാഗമേ ഉള്ളൂ. അതിലൊന്നാമത്തെ ആരെന്നറിയുമോ? അവരിൽ ചില ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ അതിൽ പെടുത്താതിരിക്കട്ടെ. അതിൽ പെട്ടുപോയതാണ് സർവ പ്രശ്നത്തിന്റെയും കാതലായ പ്രശ്നമെങ്കിൽ സഹോദരങ്ങളെ, അവരാരെന്നറിയുമോ? മയ്യഖൂലു, അവര് ജീവിതത്തിന്റെ 24 മണിക്കൂറും പറയുന്നത് എന്താ? അല്ലാഹുവേ അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. അല്ലാഹുവേ നിനക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെ തരാൻ കഴിയുമോ, എന്തൊക്കെ ഈ ഭൂമിലോകത്ത് നിങ്ങൾക്ക് കിട്ടാൻ കഴിയുമോ, അതെല്ലാം നിങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. 24 മണിക്കൂറും അവർ ദുആ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടി, അവർ സഞ്ചരിക്കുന്നത് ദുനിയാവിന് വേണ്ടി, അവർ സമ്പാദിക്കുന്നത് ദുനിയാവിന് വേണ്ടി. വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. നാളെ പരലോകത്ത് അവർ തമ്മാന്റെ അടുക്കൽ യാതൊരുവിധ ഓഹരികളില്ല. ഒരു ചാമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ മുമ്പിൽ വിഭ്രരായി, വിഭ്രാന്തരായി, പരിഭ്രാന്തരായി അവര് കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവര് പരലോകത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിക്കാത്തവരാ. അവരേത് സമയത്തും അവരുടെ ചിന്ത എന്താ? എന്ത് കിട്ടിയാലും ദുനിയാവിന് തരണേ തമ്പുരാനെ. അള്ളാഹു അതിൽ നിന്ന് മാറ്റി നിർത്തട്ടെ. ഈ ആയത്ത് കഴിഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അത് കഴിഞ്ഞ് 2 ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു വേറെ 2 വിഭാഗത്തെ പറയുന്നുണ്ട്. എല്ലാവരും പറയാനുള്ള സമയത്ത് ഇൻഷാല്ലാ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം. 2 വിഭാഗം. ഒന്നെന്താ? ദുനിയാവിൽ എന്ത് വേണമെങ്കിലും കിട്ടണം. അവരല്ല. ഇത് ആരെ കുറിച്ച്? ഇത് കാഫിറുകളെ കുറിച്ചല്ലല്ലോ, ഇത് അവിശ്വാസികളെ കുറിച്ചിട്ടല്ലല്ലോ. ആണോ? ഇത് അവിശ്വാസികളെ കുറിച്ചിട്ടാണോ? അല്ലല്ലോ. അള്ളാഹ് ഇവിടെ പറഞ്ഞു മിനുകുമ്മയ്യക്കൂറു റബ്ബന. അവർ വിളിക്കുന്നത് റബ്ബന തന്നെയാണ്, അല്ലാതെ കർത്താവെന്നല്ല, ഭഗവാനല്ലോ. റബ്ബന റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അപ്പൊ ഏത് വിഭാഗത്തെ കുറിച്ചിട്ടാണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് പർദ്ദയിട്ടവരെ കുറിച്ചാണ്, ഇത് തൊപ്പിയിട്ടവരെ കുറിച്ചാണ്, ഇത് ദാടി വെച്ചവരെ കുറിച്ചാണ്. അടയാളങ്ങളുടെ ചിന്ത എന്താ? റബ്ബന ആതിനാ ഫിദ്ദുനിയാ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് എന്തൊക്കെ തരാമോ അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കൾ MBBS ആകണം, മക്കൾ എഞ്ചിനീയർ ആവണം, അതെവിടെ മതി? ദുനിയാവിൽ മതി. അവൻ ഹാഫിളാവണം വേണ്ട, അവൻ ആര്യമാകണോ വേണ്ട, അവർക്ക് കിട്ടുന്നുണ്ടോ? ദുനിയാവിൽ മതി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആഗ്രഹത്തിൽ
ഒരു മുസ്ലിം മാതാപിതാക്കളുടെ ചിന്തയല്ല എന്റെ മോൻ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്താക്കണം? ഡോക്ടറായിട്ട് MBBS എടുത്താൽ MD എടുക്കണമെങ്കിൽ 2 കോടി രൂപ വേണം. MBBS എടുത്താൽ തന്നെ 4 പാരാസെറ്റാമോൾ കുറിച്ച് കൊടുക്കാന്നല്ലാതെ, മുമ്പിൽ വരുന്ന 10 പേർക്ക് പാരാസെറ്റാമോൾ കുറിച്ച് കൊടുക്കാന്നല്ലാതെ, അല്ലെങ്കിൽ തൊണ്ടവേദന വന്നവന് തലവേദന വന്ന് ക്രോസി കുറിച്ച് കൊടുക്കാന്നല്ലാതെ, തൊണ്ടവേദന വന്നവന് വൈക്കോലിനെ കുറിച്ച് കൊടുക്കാന്നല്ലാതെ, അതിൽ അപ്പുറത്തോട്ട് എന്താ കഴിയുക? ഇനി അങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗവൺമെന്റ് ഡോക്ടറായിട്ട് ധരിക്കട്ടെ, ആ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആളുകൾ അവരുടെ മുമ്പിൽ വരും. ഇനി അവൻ എഞ്ചിനീയറായി ടെക്നോ പാർക്കിൽ ജോലി ചെയ്യട്ടെ, ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ വരൂ. എന്റെ IAS കാരനാണെന്ന് ചിന്തിക്കുന്നില്ല. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന IAS കാരനല്ലേ? 4ാം ക്ലാസ് പഠിക്കാത്ത ആളുകൾ മുഖ്യമന്ത്രി ആകുന്നില്ലേ? ആരാ നിയന്ത്രിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ IAS കാരനാണ് രാഷ്ട്രത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിരിക്കുന്നത്. അവരാണ് നിയമം ഉണ്ടാക്കുന്നത്, അവരാണ് എഴുതി വെക്കുന്നത്. മന്ത്രിമാരെ കണ്ടിട്ടില്ല, എഴുതിയിട്ട് ഇങ്ങനെ വായിക്കലല്ല പരിഗണിക്കുക. ആളുകൾ വായിച്ചാൽ തന്നെ നേരെ നിവർന്നിട്ട് വർത്താനം പറയാൻ പറ്റുമോ? വിദ്യാഭ്യാസത്തിന് വരാത്തവർ കുഴപ്പമില്ല, അവരെ എഴുതിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, IAS കാരനാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ട് എന്റെ മകൻ ഹാഫിളാവണം, അവർ IAS കാരനാണെന്ന് ചിന്തിച്ചു? ആഗ്രഹത്തിന് വിശക്കാൻ, സ്വപ്നം കാണുന്നതിന് വിശക്കാൻ ഈ സമുദായം ഒത്തിരി അറിയാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ വിഭാഗം ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവന് 8 മണിക്ക് കുട്ടിയെ സ്കൂളിൽ വിടാനേ പറ്റൂ, 7 മണിക്ക് കുട്ടിയെ മദ്രസ വിടാൻ പറ്റില്ല, കഴിയില്ല. കാരണം അവനെന്താ? അവന്റെ ചിന്ത മുഴുവൻ അല്ലാഹുവേ ഈ ദുനിയാവിൽ എനിക്ക് നൽകണേ എന്നാണ്. ഈ ദുനിയാവിൽ എനിക്ക് നൽകണേ എന്നാണ്. ഈ ദുനിയാവിന്റെ സുഖലോലുപത, ഈ ദുനിയാവിന്റെ എല്ലാവിധ ആഭാളവും അത് കിട്ടിയാലും മതി. സഹോദരങ്ങളെ, ഈ ദുനിയാവെന്താണ്? ഈ ദുനിയാവെന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. വാപ്പ വയസ്സായി, ഉമ്മ വയസ്സായി, 8 മക്കളുണ്ട്. വാപ്പയും ആരുടെ കൂടെ കിടക്കണം? ഇളയവരുടെ കൂടെ നിന്നോട്ട്. 1000 രൂപ വാപ്പയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയാൽ അതിൽ നിന്ന് എന്ത് തിരിച്ച് ഇങ്ങോട്ട് ഇൻകം എന്ത് കിട്ടും? അത് ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ ചിന്തിക്കൂ. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവനെ വാപ്പയ്ക്ക് 1000 അങ്ങോട്ട് കൊടുക്കും. വാപ്പാക്കുമാർക്ക് 1000 രൂപ ഞാൻ മുടക്കി, 1000 കൊടുത്താൽ എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും? ലാഭം എന്ത് കിട്ടും? ഇൻകം എന്ത് കിട്ടും? താമസത്തിന് ഞാൻ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഫറുല്ലാ സാഹിബിനെ കൊടുത്ത പൈസ വേറെടുത്ത് നിക്ഷേപിച്ചാൽ വൈകുന്നേരം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അടുത്ത മാസം തിരിച്ചു കിട്ടും. പക്ഷെ ഇവിടെ കൊടുത്തതിന് തിരിച്ചെന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ആഖിറത്തെ ചൂണ്ടിക്കാണിച്ചിട്ടേ പറയാൻ പറ്റൂ. അപ്പൊ അദ്ദേഹം റബ്ബനാത്തിന ഫി ദുനിയ എന്ന് പറഞ്ഞ ആളല്ല. അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, മദീനത്തിന്റെ ഓരത്തുകൂടി നടന്നു പോകുമ്പോ